ഹലോ ഗൈസ്, ഇതൊരു ബ്ലൂടൂത്ത് കൺട്രോൾ കാറാണ്. ഞാനൊരു പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് വെച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ ബ്ലൂടൂത്ത് നിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ ആപ്പ്. സോ ഇതിൽ ഫോർവേഡ്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. സോ ഇതാണ് ഞാൻ ഉപയോഗിച്ച മോട്ടോർ ഡ്രൈവർ L298N എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇത് ഞാൻ അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 237 വോൾട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്വിച്ചും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 4 മോട്ടോഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ മോട്ടോർ ഡ്രൈവ് 4 കണക്ഷൻസ് ഉണ്ട്. 2 എനേബിൾ പിൻസും ഉണ്ട്. സോ ഞാൻ എനേബിൾ പിൻസും യൂസ് ചെയ്തിട്ടുണ്ട്, ആ 4 പിന്നും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആർഡിനോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൽ മെയിൻലി നിങ്ങൾ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജമ്പർ വയേഴ്സ്, പിന്നെ മോട്ടോർ ഡ്രൈവർ, പിന്നെ ലിഥിയം അയോൺ ബാറ്ററി, പിന്നെ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂള്, പിന്നെ ആർഡിനോ യൂണോ. പിന്നെ ഞാൻ ഇതിൽ LED യൂസ് ചെയ്തിട്ടില്ല. സോ ഇതൊക്കെ നമുക്ക് ആർഡിനോ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും, ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ്. സോ ഞാൻ ഇതൊക്കെ ആർഡിനോ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് ആ സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കോഡ്. പക്ഷേ ഈ കോഡ് ഞാൻ ആദ്യം കൊടുത്തുമ്പോൾ എനിക്ക് വർക്കായില്ല. സോ ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇതിൽ ഈ കോഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനേബിൾ പിൻ യൂസ് ചെയ്തിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. എനേബിൾ പിൻ യൂസ് ചെയ്യാതെ എൻ്റെ മോട്ടോർ വർക്കായിട്ടില്ല. സോ ഞാൻ ഇതിൽ ഒരു എനേബിൾ പിന്നിൻ്റെ കോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. മോട്ടോർ ഡ്രൈവർ എന്ന് 4 മോട്ടോർ, 2 മോട്ടോർ ഷോർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് 1ലും ഔട്ട്പുട്ട് 2ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി 12 വോൾട്ടിലും പോസിറ്റീവ് 12 വോൾട്ടിലും നെഗറ്റീവ് ഗ്രൗണ്ടിലും കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് 2 കണക്ഷൻ പോയിട്ടുണ്ട്. ഒന്ന് ബാറ്ററിയിലോട്ടും ഒന്ന് ആർഡിനോയിലോട്ടും. പിന്നെ 5 വോൾട്ട് നമ്മൾ ആർഡിനോ കൊടുത്തിട്ടുണ്ട്. ആർഡിനോ വർക്ക് ചെയ്യണമെങ്കിൽ 5 വോൾട്ട് വേണം. അത് നമ്മൾ മോട്ടോർ ഡ്രൈവിൻ്റെ അടുത്ത് VCCയിൽ കൊടുക്കും, VIN കൊടുക്കും ആർഡിനോയിൽ. അപ്പോൾ ആർഡിനോയിൽ വർക്ക് ചെയ്യേണ്ട പവർ കിട്ടും. അത് കഴിഞ്ഞ് ബ്ലൂടൂത്ത് മോഡ്യൂള് കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രിഗർ പിന്നെ ആർഡിനോയുടെ റിസീവർ പിന്നെ ട്രിഗറിലും കണക്ട് ചെയ്യണം. പിന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളിലെ VCC ഗ്രൗണ്ടും ആർഡിനോയിൽ കണക്ട് ചെയ്യണം. സോ ഇതാണ് ഇത്. നിങ്ങൾ കണക്ഷൻ നോക്കി ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഞാൻ എനേബിൾ പിന്നും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എനേബിൾ പിൻ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എനേബിൾ പിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വ്യത്യാസം മനസ്സിലാവും. അത് നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എനേബിൾ പിൻ ഏത് പിന്നിലാണ്, ഏത് പിൻ ആർഡിനോയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. കോഡ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഞാൻ പറഞ്ഞ എനേബിൾ പിൻ. കണ്ടോ, ലാസ്റ്റ് ഇപ്പോൾ അങ്ങനത്തെ ഇരിക്കുന്ന ലാസ്റ്റ് പിന്നാണ് എനേബിൾ A, എനേബിൾ B. അതിൽ ഓൾറെഡി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി ക്യാപ്പ് ഉണ്ടായിരിക്കും. ആ ക്യാപ്പ് ഊരിയിട്ട് വേണം നിങ്ങൾ കണക്ഷൻ ചെയ്യാൻ.
ഗ്യാപ്പ് വഴി കണക്ഷൻ ചെയ്തിട്ട് ഞാൻ ആർഡിനോ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കോഡ്. സോ ഇതിൽ ബേസിക്കലി ഞാൻ 6ഉം 5നും 6 and 5 ആണ് എനേബിൾ പിന്നെ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി 8, 9, 10, 11 മോട്ടോർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ബേസിക് കോഡ് ഫോർവേഡ് ബാക്കിൻ്റെ ലെഫ്റ്റും റൈറ്റിൻ്റെ കോഡിന് എഴുതാൻ കൊടുത്തത്.